എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. 1001 രാവുകളിലെ ഏറ്റവും ദൈർഘ്യമേറിയ കഥയിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. 44-ാം രാവിൻ്റെ ഒരു ഭാഗം തൊട്ട് 106-ാം രാവിൻ്റെ ഒരു ഭാഗം വരെയും 138-ാം രാവിൻ്റെ ഒരു ഭാഗം തൊട്ട് 146-ാം രാവിൻ്റെ ഒരു ഭാഗം വരെയുമാണ് ഈ കഥ നീണ്ടു നിൽക്കുന്നത്. ഉമർ നഅ്മാൻ്റെയും ഷേർഖാൻ, ദുൽ മക്കാൻ എന്നിവരുടെയും ഈ കഥ കേട്ടതിന് ശേഷമാണ് മഹാരാജാവ് ഷഹരിയാർ തൻ്റെ പത്നി ഷെഹറസാദിൻ്റെ മുഖത്തേക്ക് ആദ്യമായി സ്നേഹപൂർവ്വം ഒന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. അൽ നുഅ്മാൻ എന്നു പേരായ പ്രതാപവാനായ ഒരു ചക്രവർത്തി വാണിരുന്നു. അതിപരാക്രമിയായ അദ്ദേഹം അനവധി രാജ്യങ്ങൾ കീഴടക്കി. സിന്ധ്, ചൈന, യമൻ, അബിസീനിയ, സൂഡാൻ, സിറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽക്കോയ്മയിലായി. നുഅ്മാൻ്റെ കോപം ഒരു സംഹാര അഗ്നിയായിരുന്നു. എതിരിട്ടവരെയെല്ലാം തോറ്റു കീഴടക്കി. കിഴക്കും പടിഞ്ഞാറുമായി വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ സാമ്രാജ്യം അദ്ദേഹം വിദഗ്ധമായി ഭരിച്ചു. നുഅ്മാൻ വളരെ ഉദാരനും ജനക്ഷേമ തൽപരനും കൂടിയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. ഈ ചക്രവർത്തിക്ക് ഒരു പുത്രനുണ്ടായിരുന്നു. ഷേർഖാൻ എന്നായിരുന്നു അയാളുടെ പേര്. ഷേർഖാൻ അതിധീരനും ആയുധപ്രയോഗത്തിൽ അജയ്യനുമായിരുന്നു. നുഅ്മാൻ മകനെ തൻ്റെ പിന്തുടർച്ച അവകാശിയാക്കി. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ തന്നെ ഷേർഖാൻ്റെ മുമ്പിൽ രാജാക്കന്മാരുടെ ശിരസ് കുനിഞ്ഞു. അയാളുടെ പരാക്രമം പല രാജ്യങ്ങളും കീഴടക്കി. യുവരാജാവിൻ്റെ കീർത്തി എമ്പാടും പരന്നു. പ്രതാപത്തോടൊപ്പം ഷേർഖാൻ്റെ ഗർവും വളർന്നു. നുഅ്മാന് 4 ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ഷേർഖാൻ ഒഴിച്ച് വേറെ സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. പത്നിമാരിൽ 3 പേർ വന്ധ്യകളായിരുന്നു. പത്നിമാർക്ക് പുറമേ നുഅ്മാന് വർഷത്തിൽ ദിനങ്ങളെന്ന പോലെ 360 വെപ്പാട്ടികളുണ്ടായിരുന്നു. എല്ലാവരും വേറെ വേറെ മന്ദിരങ്ങളിലാണ് താമസം. വെപ്പാട്ടികളുടെ മന്ദിരങ്ങൾ 12 വിഭാഗങ്ങളായി തിരിച്ചു. ഓരോ വിഭാഗത്തിലും 30 പേർ വീതം. ഓരോ മാസമാണ് ഓരോ വിഭാഗത്തിനും രാജസന്ദർശനം ലഭിക്കുക. അങ്ങനെ വർഷത്തിൽ ഒരു ദിവസമായിരിക്കും ഒരുവൾക്ക് രാജാവിനെ ലഭിക്കുക. നുഅ്മാൻ ഈ നിയമം കർശനമായി പാലിച്ചു. ദൈവഹിതം ആർക്കറിയാം? നുഅ്മാൻ്റെ വെപ്പാട്ടികളിൽ ഒരുവൾ ഗർഭം ധരിച്ചു. ആ വാർത്ത രാജാവിനെ വളരെ സന്തോഷിപ്പിച്ചു. ദൈവം സഹായിച്ച് എൻ്റെ അനന്തരാവകാശികളെല്ലാം ആൺകുട്ടികളായിരിക്കട്ടെ, അതായിരുന്നു രാജാവിൻ്റെ പ്രാർത്ഥന. യുവരാജാവായ ഷേർഖാൻ്റെ ചെവിയിലും ആ വാർത്തയെത്തി. അയാൾക്ക് വേവലാതിയായി. തന്നോട് മത്സരിക്കാൻ മറ്റൊരവകാശി ഉണ്ടാവുകയോ? പാടില്ല. പിറക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊന്നുകളയണമെന്ന് അയാൾ തീരുമാനിച്ചു. ഗർഭവതിയായ വെപ്പാട്ടി സഫിയ എന്നു പേരായ ഒരു ഗ്രീക്കുകാരിയായിരുന്നു. അവൾ മറ്റ് അടിമകളേക്കാൾ സുന്ദരിയായിരുന്നു. സർവോപരി അതിബുദ്ധിമതിയുമായിരുന്നു. രാജാവിനെ വിവേകത്തോടെ മധുരമായി സംസാരിച്ച് വശംവദനാക്കുന്നതിൽ അവൾക്ക് വൈഭവമുണ്ട്. സഫിയയ്ക്ക് പ്രസവവേദന തുടങ്ങി. പിറക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ഉടനെ വന്നറിയിക്കാൻ ഷേർഖാൻ ഒരു പരിചാരകനെ ഏർപ്പാട് ചെയ്തിരുന്നു. പ്രസവം കഴിഞ്ഞു. ചന്ദ്രക്കല പോലെ ലാവണ്യമുള്ള ഒരു പെൺകുഞ്ഞാണ് പിറന്നിരിക്കുന്നതെന്ന് വയറ്റാട്ടി പ്രഖ്യാപിച്ചു. പരിചാരകൻ വാർത്തയും കൊണ്ട് ഓടി. ഷേർഖാൻ സന്തുഷ്ടനായി. പരിചാരകൻ പോയിക്കഴിഞ്ഞപ്പോൾ സഫിയ വയറ്റാട്ടിയോട് പറഞ്ഞു, നിൽക്കൂ നിൽക്കൂ, എനിക്ക് വയ്യായ്മയുണ്ട്. വയറ്റിലെ അനക്കം നിലച്ചിട്ടില്ല. സഫിയ വേദന കൊണ്ട് നിലവിളിച്ചു. ആവോ, അയ്യോ. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒരു കുട്ടി കൂടി പെറ്റുവീണു. വയറ്റാട്ടി ശിശുവിനെ എടുത്തു. പൂർണ്ണചന്ദ്രനെ പോലുള്ള ഒരാൺകുഞ്ഞ്. എല്ലാവരും ആഹ്ലാദിച്ചു. മറ്റു വെപ്പാട്ടികളുടെ മുഖം അസൂയ കൊണ്ട് കനത്തിരുണ്ടു. ആൺകുഞ്ഞ് പിറന്ന വാർത്ത കേട്ട് രാജാവ് ആഹ്ലാദത്തോടെ ഓടിച്ചെന്നു. അദ്ദേഹം അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. കുഞ്ഞിനെ വാത്സല്യപൂർവ്വം തടവി. അടിമകൾ വാദ്യഘോഷം മുഴക്കി. നുഅ്മാൻ കുഞ്ഞിന്
ദുഅൽ മക്കാൻ എന്നു പേരിട്ടു. പെൺകുട്ടിക്ക് നൂസത്ത് അൽ സമാൻ എന്നും പേര് നൽകി. മകൻ്റെ പേരിന് രാജ്യത്തിൻ്റെ പ്രകാശമെന്നും മകളുടെ പേരിന് യുഗത്തിൻ്റെ ആനന്ദം എന്നുമാണ് അർത്ഥം. ആളുകൾ പേരുകളുടെ ഔചിത്യത്തെ കൊണ്ടാടി. രാജാവ് അവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകി. രാജമന്ദിരത്തിലെ ഇരട്ടപ്പിറവി ബാഗ്ദാദിലെ ജനങ്ങളെ ആഹ്ലാദിപ്പിച്ചു. അവർ നഗരമലങ്കരിച്ച് ഉത്സവം ആഘോഷിച്ചു. രാജാവ് നിരന്തരമായി സഫിയയുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമം അന്വേഷിച്ചു പോന്നു. അദ്ദേഹം സഫിയയെ അമൂല്യ സമ്മാനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചു. രാജ്യത്തെ പ്രശസ്ത പണ്ഡിതന്മാരെയാണ് കുട്ടികളെ പഠിപ്പിക്കുവാൻ നിയോഗിച്ചത്. ഷേർഖാൻ യുദ്ധയാത്രയിലായിരുന്നു. അയാൾ പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചു. തനിക്കൊരു സഹോദരനുണ്ടായ വാർത്ത അയാൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു ദിവസം നുഅ്മാൻ ആസ്ഥാന സദസ്സിലിരിക്കുമ്പോൾ റോമിൻ്റെയും കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെയും സുൽത്താനായ അഫ്രീദുവിൻ്റെ പ്രതിനിധികൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. കുശല പ്രശ്നങ്ങൾക്കു ശേഷം അവരിലൊരാൾ ഇങ്ങനെ ഉണർത്തിച്ചു: ഗ്രീസിൻ്റെയും അയോണിയയുടെയും അധീശനും ക്രിസ്ത്യൻ ജനതയുടെ മഹാസൈന്യത്തിൻ്റെ സർവാധിപതിയുമായ അഫ്രീദുനാണ് ഞങ്ങളെ അയച്ചിട്ടുള്ളത്. അദ്ദേഹം സെസേറിയയിലെ ഏകാധിപതിയായ ഹർദൂബിനോട് യുദ്ധം പ്രഖ്യാപിച്ച വിവരം അങ്ങയെ അറിയിക്കുവാനാണ് വന്നത്. യുദ്ധത്തിന് കാരണമുണ്ട്. കുറച്ചു കാലം മുൻപ് നാടുവാഴിയായ ഒരു അറബിക്ക് വലിയൊരു നിധി കിട്ടി. അലക്സാണ്ടറുടെ കാലത്തെങ്ങോ നിക്ഷിപ്തമായതാണ് ആ നിധി. അതിൽ സ്വർണ്ണവും രത്നങ്ങളും ഒട്ടേറെ ഉണ്ടായിരുന്നു. വിശേഷിച്ചും 3 രത്നങ്ങൾ. അവയ്ക്ക് ഒട്ടകപക്ഷിയുടെ മുട്ടയോളം വലുപ്പമുണ്ട്. ഓരോന്നും ചരടിൽ കോർത്തിട്ടുണ്ട്. അയോണിയൻ ലിപിയിൽ ചില മന്ത്രങ്ങളും ആ രത്നങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രത്നം ധരിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ശിശുക്കൾക്ക്, രോഗബാധയുണ്ടാവില്ല. അതാണ് അവയുടെ വൈശിഷ്ട്യം. നാടുവാഴി ആ സമ്പത്തിൻ്റെ ഒരു ഭാഗവും വിശിഷ്ട രത്നങ്ങളും ചക്രവർത്തിയായ അഫ്രീദുവിന് കാഴ്ചവെക്കാൻ തീരുമാനിച്ചു. ചെറിയൊരു സേനയുമായി കപ്പൽ കയറി. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിന് സമീപമുള്ള സമുദ്രത്തിൽ വച്ച് ഹർദൂബിൻ്റെ സൈന്യം അവരെ ആക്രമിച്ച് നിധി തട്ടിയെടുത്തു. നാടുവാഴിയെയും അനുചരന്മാരെയും കൊന്നുകളഞ്ഞു. ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങളുടെ ചക്രവർത്തിയായ അഫ്രീദൂൻ ഹർദൂബിനെ ആക്രമിക്കാൻ സൈന്യങ്ങളെ വിട്ടു. പക്ഷേ അവർ തോറ്റുമടങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ ചക്രവർത്തി ഹർദൂബിൻ്റെ രാജ്യം തകർത്ത് കളയുവാൻ സേനയെയും കൊണ്ട് പുറപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ അങ്ങയുടെ സഹായം അപേക്ഷിക്കുവാനാണ് ഞങ്ങളെ അയച്ചിട്ടുള്ളത്. അത് അങ്ങേക്കും ഗുണകരമായിരിക്കും. ദൂതന്മാർ ഈ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അഫ്രീദൂൻ കൊടുത്തയച്ചിട്ടിരുന്ന വിശിഷ്ട ഉപഹാരങ്ങൾ നുഅ്മാന്റെ മുമ്പിൽ ഹാജരാക്കി. അതിലാവണ്യവതികളായ 50 യവന കന്യകമാർ, റോമിലെ തരുണ സൗഭാഗ്യത്തിൻ്റെ പ്രതീകങ്ങളായ 50 യുവ കോമളന്മാർ, അമൂല്യമായ ഉടയാടകളും ആഭരണങ്ങളും ധരിച്ച ആ യുവജന സമൂഹത്തിൻ്റെ ദൃശ്യം നയനാനന്ദകരമായിരുന്നു. നുഅ്മാൻ ആ വിശിഷ്ട ഉപഹാരം സസന്തോഷം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം അഫ്രീദൂൻ്റെ അപേക്ഷയെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് മന്ത്രിമാരുമായി ആലോചിച്ചു. പ്രായം കൊണ്ടും വിവേകം കൊണ്ടും സർവാധൃതനായ ദൻഡാൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞു: കോൺസ്റ്റാന്റിനോപ്പിളിലെ അഫ്രീദൂൻ ക്രിസ്ത്യാനിയാണ്. അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വാസമില്ലാത്തവരുടെ രാജാവാണ്. എതിരാളിയായ ഹർദൂബും അതേ വിഭാഗത്തിൽപ്പെടുന്നു. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ സത്യവിശ്വാസികളായ നാം ഇടപെടേണ്ടതില്ല. എങ്കിലും അഫ്രീദൂനുമായി സഖ്യമുണ്ടാക്കുന്നത് നല്ലതാണ്. അങ്ങയുടെ പുത്രനായ ഷേർഖാൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു സേനയെ അയച്ചു കൊടുക്കാം. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അഫ്രീദൂൻ ആദരപൂർവ്വം അർപ്പിച്ച ഉപഹാരം അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഹർദൂബ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്സാരനാണെങ്കിലും അയാളുടെ മേൽ ഉണ്ടാകുന്ന വിജയം പടിഞ്ഞാറൻ ദിക്കുകളിലെ രാജാക്കന്മാരെ അങ്ങേക്ക് വിധേയരാക്കാൻ ഉപകരിക്കും. നുഅ്മാന് ഈ ഉപദേശം വളരെ സ്വീകാര്യമായി. ശരി,
താങ്കൾ തന്നെ സേനയുടെ മുൻപിൽ നേതൃത്വം വഹിക്കണം. ഷേർഖാൻ്റെ നേതൃത്വം പിന്നണികളിൽ മതി. നുഅ്മാൻ ഷേർഖാനെ വരുത്തി തൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചു. നിർദ്ദേശമനുസരിച്ച് ഷേർഖാൻ വിദഗ്ധ സേനാ വിഭാഗത്തെ സജ്ജമാക്കി. അയാൾ തനിക്ക് വേണ്ട പടച്ചട്ടകളും ആയുധങ്ങളും തിരഞ്ഞെടുത്തു. ഒരു വർഗത്തലവനായ ഷെയ്ഖ് രാജാവിന് സമ്മാനിച്ചിരുന്ന സർവ്വലക്ഷണങ്ങളും തികഞ്ഞ കുതിരയെയാണ് ഷേർഖാൻ തൻ്റെ വാഹനമാക്കിയത്. 3-ാം ദിവസം നഗരമൈതാനത്തിൽ സൈന്യം അണിനിരന്നു. ചക്രവർത്തി സേനയെ ആശംസിച്ചു. യുദ്ധച്ചെലവിലേക്കായി 7 പെട്ടി നിറയെ സ്വർണം കൊടുത്തു. മുഖ്യമന്ത്രിയായ ദൻഡാനോട് ആലോചിച്ചേ പ്രവർത്തിക്കാവൂ എന്ന് മകനെ പ്രത്യേകം ഉപദേശിച്ചു. സമരഭേരി മുഴങ്ങി. കൊടിക്കൂറകൾ കാറ്റിൽ പറന്നു കളിച്ചു. സൈന്യം മുൻപോട്ട് നീങ്ങി. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ.